ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന DS ഇറയുടെ റിലീസിംഗ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രണവ് മോഹൻലാലാണ് നായകനായിട്ട് വരുന്നത്. ഭ്രമയുഗത്തിന്റെ ശേഷം, ഭ്രമയുഗം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത മമ്മൂക്കയുടെ ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് DS ഇറ. ഇതിന്റെ ടീസറും ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞു. നെക്സ്റ്റ് വീക്കാണ് റിലീസ് വെച്ചിരിക്കുന്നത്, October 31. അപ്പോൾ ടീസറും ട്രെയിലറും കണ്ട സ്ഥിതിക്ക് തന്നെ അത്യാവശ്യം എനിക്ക് മനസ്സിലാവുന്ന ഹൊറർ മൂവി തന്നെയാണ്. രാഹുൽ സദാശിവനെ പറ്റി പറയുകയാണെങ്കിൽ ഭ്രമയുഗത്തെക്കാൾ കൂടുതൽ പറയേണ്ടി വരിക ഭൂതകാലം എന്നുള്ള സിനിമയാണ്, ഷൈനികത്തിന്റെ. അതും ഗംഭീരമായൊരു സിനിമയായിരുന്നു. അതിനുശേഷം ഭ്രമയുഗം കഴിഞ്ഞ വർഷത്തെ ഒരു ഹിറ്റ് സിനിമയായിരുന്നു. എന്താ പറയാ, ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ആണെങ്കിലും സിദ്ധാർത്ഥ് ഭരതന്റെ ആണെങ്കിലും അർജുന അശോകന്റെ ആണെങ്കിലും ഗംഭീര പെർഫോമൻസ് വന്നൊരു സിനിമയായിരുന്നു. അതിനുശേഷം വരുന്ന സിനിമ ഹൊറർ പാറ്റേണിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് ടീസറും ട്രെയിലറും കണ്ടാൽ മനസ്സിലാക്കാം. ഇപ്പോൾ അതിന്റെ റിലീസിംഗ് ട്രെയിലർ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നൈറ്റ് ഷിഫ്റ്റ്. Based on some program. ഭൂതമായ കാലത്തിന്റെ അത്ഭുതനാദം ഓരോ ഷോ കൂടി ചെയ്ത് മുറിച്ചു. സിംഹാസനമാക്കി മുട്ടുവർത്തിക്കും. അന്ന് ആകാശം ഭൂമിയും ചാരുമായി കിടന്നു. കണ്ണുനീരും ഭയമൂർന്ന ആ ദിവസം മരിച്ചവരെല്ലാം വളർത്തപ്പെടുന്നു. അപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒരു ടിപ്പിക്കൽ സാധാ ഹൊറർ മൂവി ആയിട്ട് പോയി കാണാൻ എനിക്ക് തോന്നുന്നില്ല. സംതിങ് എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഹിഡൻ ആണ്. എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഉറപ്പാണ് കാര്യം. സാധാ ഒരു ഹൊറർ സിനിമ പോലെ അല്ല ഇതിന്റെ ട്രെയിലർ കണ്ടാൽ 100% ഉറപ്പാണ്. പിന്നെ അങ്ങനെ വിശ്വസിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന മുന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒന്ന് ഭൂതകാലം, ഒന്ന് ഭ്രമയുഗം. രണ്ടും ഹൊററാണ് തീം. പക്ഷേ രണ്ടും ചെയ്തു വെച്ചിരിക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ടൈപ്പ് ഓഫ് മൂവി തന്നെയാണ്. അപ്പോൾ ഹൊറർ ആണെങ്കിൽ കൂടി അത് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. ഈ ഒരു ട്രെയിലർ കാണുമ്പോഴും അതിൽ നിന്നും ഇപ്പോൾ ഈ രണ്ട് സിനിമകളും പോലെയല്ല, അതിൽ നിന്നും മറ്റെന്തോ ആണെന്നാണ് ഈ ഒരു സിനിമ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് ഈ DC എന്ന ട്രെയിലർ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഭൂതകാലം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രെയിലർ കണ്ടിട്ട് നമ്മൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ഊഹിക്കുന്നു അതിൻ്റെ അപ്പുറത്തോട്ടുള്ള സാധനങ്ങൾ തന്നിട്ടുള്ള സിനിമയാണ് ഭൂതകാലം. അതുപോലെ തന്നെ ഭ്രമയുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ എൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിലാണോ റിവ്യൂലാണോ എന്നെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഞാൻ എങ്ങനെ പോയി അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള സംഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തിയേറ്ററിലെത്തി സിനിമ തുടങ്ങിയ മുതൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു ഫീൽ തന്നിട്ടില്ല സിനിമ. എൻറ്റയർലി മേക്കിംഗ് ഒക്കെ കിട്ടില്ലെന്നായിരുന്നു. പെർഫോമൻസ് വൈസ് നോക്കി മമ്മൂക്കയുടെ ആണെങ്കിലും സിദ്ധാർത്ഥ് ഭരതന്റെ ആണെങ്കിലും അർജുന അശോകന്റെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ടിപ്പിക്കൽ മലയാളം മൂവി ആയിട്ട് എനിക്ക് പേഴ്സണലി ഒരു ടിപ്പിക്കൽ ഹൊറർ മൂവി ആയിട്ട് തോന്നുന്നില്ല. കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ഒരു ഹോളിവുഡ് ടച്ച് ഒക്കെ ഫീൽ ചെയ്യിക്കുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും ഈ സിനിമയ്ക്ക് അത് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ട്രെയിലർ കണ്ടിട്ട് എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നോ അതിന്റെ അപ്പുറത്തൊക്കെ എന്തോ സാധനങ്ങൾ എന്തായാലും ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടർ ആക്ച്വലി ഒരു ഫ്ലാറ്റിനകത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എന്തോ സംഭവം ഉണ്ട്. പിന്നെ ആരോ ഒരാൾ പ്രണവ് മോഹൻലാൽ എപ്പോഴും ഒപ്പം ഉണ്ട്. ഒരാൾ കമാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ കമാൻഡിനനുസരിച്ച് ആൾ വർക്ക് ചെയ്യുകയാണ്. ഇനി എനിക്ക് കുറച്ച് സമയത്തേക്ക് ബ്ലാക്ക് മാജിക് ടൈപ്പ് ഓഫ് പരിപാടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒന്ന് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഒരു സാധാ സിനിമ ഒരിക്കലും അല്ല എന്ന് എനിക്ക് 100% ഷുവർ ഉണ്ട്. എന്തോ ഒരു സംഭവം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.